എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇതൊരു ദീർഘമായിട്ടുള്ള ചോദ്യമാണ്. ആ ഒരു മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ടിട്ടെ സുഹൈലോ എന്നൊക്കെ പറയപ്പെടുന്ന വ്യക്തിയെ അറിയുമോ എന്നൊക്കെ ചോദിച്ചതിന്റെ ഭാഗമായിട്ടുള്ള ചോദ്യമാണ്. മുഖ്യമന്ത്രിക്ക് ഇതുമായി എന്തൊക്കെ ബന്ധമുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ ആരോപിക്കുന്നത്. അതത്ര ശരിയല്ല എന്ന് ഞാൻ പറയും. ഇങ്ങനെയൊക്കെ ആരോപിക്കാൻ പാടുണ്ടോ? കാരണം അദ്ദേഹം എല്ലാം മെയ്ഡ് ഇറ്റ് ക്ലിയർ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. പലപ്പോഴും അദ്ദേഹം അങ്ങനെയാണ്. ഇനി ചോദ്യങ്ങളും ചോദിക്കേണ്ട എന്ന് അദ്ദേഹം പറയില്ല. അദ്ദേഹം പറയുക ഐ ആം മെയ്ഡ് ഇറ്റ് ക്ലിയർ, ഐ ആം മെയ്ഡ് ഇറ്റ് ക്ലിയർ. അങ്ങനെ മെയ്ഡ് ഇറ്റ് ക്ലിയർ ആയ ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത്. ഈ ചോദ്യം അല്പം ദീർഘമാണ്. ഇവിടെ അദ്ദേഹം പലരെയും അറിയില്ല എന്ന് പറയുന്നുണ്ട്. നമുക്കൊന്ന് പരിശോധിക്കാം. നോക്കൂ. ഡിസംബർ മാസം 7 മുതൽ 10 വരെയാണ് എറണാകുളം ജില്ലയിൽ പര്യടനം. 8-ാം തീയതിയാണ് ഈ പെരുമ്പാവൂരിലെ എത്തിയത്. പക്ഷേ 2021 മുതൽ തന്നെ താക്കളും മുഹമ്മദ് സൈൻ തമ്മിൽ കണ്ടതിന്റെ FB പോസ്റ്റുകളൊക്കെ ഉണ്ടാവുന്ന ഇഷ്ടംപോലെ ആളുകൾ നമ്മളെ വന്ന് കണ്ടു കാണുന്നേ. അതിനെന്താ കുഴപ്പം? കണ്ടില്ലേ, അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇഷ്ടംപോലെ ആളുകൾ എന്നെ വന്ന് കണ്ടു കാണുമെന്നേ, അതിനെന്താ കുഴപ്പം എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ചെറിയ പ്രശ്നമുണ്ടല്ലോ. ഇതല്ലായിരുന്നു ഈ വിഷയത്തിൽ അദ്ദേഹം മുന്നേ പറഞ്ഞത്. എന്താണ് മുന്നേ ഇദ്ദേഹം നമ്മളോട് പറഞ്ഞത്, നമ്മൾ ജനങ്ങളോട് പറഞ്ഞത്? കേട്ടോളൂ. മുഹമ്മദ് ഹുസൈനെ അബ്ദുൽ സലാമിനെ എനിക്ക് നേരിട്ടറിയാം. അതിലെ മുഹമ്മദ് ഹുസൈൻ നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായി നവകേരള സദസ്സുമായിട്ട് അദ്ദേഹത്തിന് പെരുമ്പാവൂരിൽ കുറുപ്പുംപടി MGM സ്കൂളിന് മുമ്പിൽ വെച്ച് കാത്തിച്ചാറിൽ പരിക്കേറ്റു. അപ്പൊ ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഫോണിൽ വിളിക്കുന്നത്. MDMA കേസിൽ അടുപ്പക്കാരൻ പിടിയിലായതിൽ പ്രതിരോധത്തിലായ മനസ്സിലായില്ലേ? ഇദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഈ ഒരു മനുഷ്യനുമായിട്ടുള്ള ബന്ധം എനിക്ക് ഉണ്ടായത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അതല്ല എന്ന് പിന്നീട് സോഷ്യൽ മീഡിയ മുഴുവൻ പൊളിച്ചു. സോഷ്യൽ മീഡിയ ഇദ്ദേഹത്തിന് 2013 മാത്രമല്ല, അതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ മനുഷ്യനുമായിട്ട് നല്ല പരിചയമുണ്ട്. അത് അപാരമായിട്ടുള്ള ഒരു ബന്ധമാണ് എന്ന് സോഷ്യൽ മീഡിയ നമ്മുടെ മുമ്പിലേക്ക് കാണിച്ചിരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇതിനെ കുറിച്ച് റിസർച്ച് നടത്തിയത് റിപ്പോർട്ടർ ചാനലാണ്. അത് സ്മൃതി പരുത്തിക്കാടൊക്കെയുള്ള റിപ്പോർട്ടർ ചാനൽ എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം കേട്ടോ. ഞായറാഴ്ചയാണ് ലഹരിവേട്ട നടന്നത്. 139 ഗ്രാം MDMA-യുമായി പെരുമ്പാവൂർ അറയ്ക്കപ്പടി സ്വദേശി മുഹമ്മദ് ഹുസൈൻ, PA അബ്ദുൽ സലാം, PA അബ്ബാസ് എന്നീ 3 പേർ കാസർഗോഡ് ചന്ദേര പോലീസിന്റെ പിടിയിലായി. ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്ക് എന്തായാലും ഇങ്ങനെ പിടിയിലായ കേസിനെ കുറിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പത്രസമ്മേളനത്തിൽ ബുധനാഴ്ച വന്നു പറഞ്ഞപ്പോൾ പിന്നീട് അത് പൊളിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വസ്തുതാവിരുദ്ധമായ കാര്യം, അത് നുണയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ചാനൽ, ഭാഗം തന്നെ തുടങ്ങിയ, ഒരു പ്രത്യേക ചാനൽ തന്നെ ഒരു സെക്ഷൻ തന്നെ തുടങ്ങിയ നമ്മുടെ ഡോക്ടർ അരുൺകുമാർ അതുമായിട്ട് വരുന്നുണ്ട്. പ്രേക്ഷകരെ, മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണോ? എന്താണ് വാസ്തവം? വിശദമായി തന്നെ നോക്കാം. നവകേരള സദസ്സ് നടന്നത് നവംബർ 18 മുതൽ ഡിസംബർ 23 വരെയായിരുന്നു. എറണാകുളത്ത് നടന്നത് ഡിസംബർ 7 മുതൽ ഡിസംബർ 10 വരെയാണ്. എന്നാൽ അതിനു മുമ്പ് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശിനൊപ്പമുള്ള ചിത്രം മുഹമ്മദ് ഹുസൈൻ പങ്കുവച്ചിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രിയുടെ വാദം തെറ്റാണെന്ന് അറിയാം. ഏറ്റവും അബദ്ധമായിട്ട് മാറിയത് അത് അദ്ദേഹത്തിന്റെ വാദം തെറ്റാണോ ശരിയാണോ എന്നതിനൊക്കെ പകരം 2011 കലണ്ടറിന് മുമ്പിൽ നിന്നിട്ടാണ് അദ്ദേഹം ഫോട്ടോ എടുത്തത്. അപ്പൊ 2011 മുതൽ അറിയാം അല്ലേ? അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്കതിനെ വായിക്കേണ്ടി വരും ഇതിനൊക്കെ എന്നുള്ളതാണ്. 2021 മുതൽ 21 കലണ്ടറാണ്. 21 മുതൽ അദ്ദേഹത്തെ അറിയാവുന്ന ഒരു കലണ്ടർ ചിത്രമൊക്കെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. എന്തായാലും ഇദ്ദേഹം പറയുന്നത്, ഇപ്പോഴും പറഞ്ഞു വയ്ക്കുന്നത്, ഇതിനെ മുഴുവൻ തള്ളിക്കളയുകയാണ്. ഏറ്റവും വലിയ രസം, അവസാനം ഒരു ഡയലോഗ് ഉണ്ടാവും. കേൾക്കണേ. ഉണ്ടാവുന്ന ഇഷ്ടംപോലെ ആളുകൾ നമ്മളെ വന്ന് കണ്ടു കാണുന്നേ. അതിനെന്താ കുഴപ്പം? എനിക്ക് അയാളെ പരിചയപ്പെട്ടത് അല്ലാതെ കുറെ നേരമല്ല പ്രസംഗിക്കുന്നത്. ഞാൻ അയാളെ പരിചയപ്പെട്ടതാണ് ഞാൻ പറഞ്ഞത്. എന്നെ വന്ന് കണ്ട് ഇഷ്ടംപോലെ ആളുകൾ ഫോട്ടോ എടുക്കുകയാണ്. അതൊക്കെ അന്ന് പറഞ്ഞ് തീർത്ത വിഷയങ്ങളാണ്. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? നിങ്ങളെന്താ ഉദ്ദേശിച്ചത്? ഇതിലൊക്കെ ഞാൻ വീണു പോകുന്നോ? അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചാൽ മറുത്ത് കൃത്യമായി രേഖകൾ വെച്ച് ചോദ്യം ചോദിക്കാനും വിവരമില്ലാത്ത, ലെവലേശം ബോധമില്ലാത്ത പത്രപ്രവർത്തകന്മാര് മൈക്കും കുത്തിപ്പിടിച്ചിട്ട് അവിടെ ഉള്ളിടത്തോളം കാലം ഒരു ചോദ്യം ഉയരില്ല. ഇനി അങ്ങനെ ഉയർന്നാൽ തന്നെ അദ്ദേഹം പറയും, മതി നിർത്തിക്കാളെ, കുറെ നേരമായാലും പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്. 2 ഡയലോഗാണ് ഇദ്ദേഹത്തിന് പ്രസക്തമായിട്ടുള്ളത്. താങ്കൾ കുറെ നേരമായാലും പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് ഇനി ഇവിടെ വന്നിരുന്ന് പ്രസംഗിച്ചാളെ, അല്ലെങ്കിൽ ഐ ഹാവ് മെയ്ഡ് ഇറ്റ് ക്ലിയർ, മതി അടുത്ത ആൾ ചോദിക്കുക എന്നുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മതി എന്ന് പറയലും ഐ ഹാവ് മെയ്ഡ് ഇറ്റ് ക്ലിയർ എന്നുള്ളതും
കുറേ നേരമായാലും അവിടെ നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയതെന്ന് പറയുന്ന വാക്കുകളെല്ലാം VD സതീശൻ മേനോൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി വായിൽ നിന്ന് വരുമ്പോൾ അത് ഒരു എന്താ പറയുക പ്രശ്നമില്ലാതാവുകയും അത്തരം വാക്കുകൾ പിണറായി വിജയൻ്റെ വായിൽ നിന്നായിരുന്നുവെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, നീ കുറേ നേരമായില്ല അവിടെ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്, നിർത്തിക്കാളെ എന്നാണെങ്കിൽ പിറ്റേ ദിവസം മുഴുവൻ അതായിരിക്കും പ്രസംഗം വേണ്ടെന്ന് മുഖ്യമന്ത്രി. വാ, അടിപൊളി. അങ്ങനെ ആയിരിക്കും വരിക. പ്രസംഗം വേണ്ടെന്ന് മുഖ്യമന്ത്രി തൻ്റെ സീറ്റിൽ വന്നിരുന്ന് പ്രസംഗിച്ചോളാം റിപ്പോർട്ടറോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പിന്നെന്താ, ഐ ആം മെയ്ഡ് ഇറ്റ് ക്ലിയർ എന്ന് മുഖ്യമന്ത്രി. അല്ലെങ്കിൽ എന്തായിരിക്കും, മതി നിർത്തിക്കാളെ, ഇനി ചോദ്യം വേണ്ട എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമ്പോൾ മാത്രമാണ് ഇതൊക്കെ ഒരു വേർഡിങ്സ് ഒക്കെ ആയിട്ട് മാറുകയുള്ളൂ. അത് VD സതീശൻ മേനോൻ പോലെയുള്ള ആ ഒരു ഉയർന്ന ലെവലിൽ നിൽക്കുന്ന ആളുകളൊക്കെ പറയുമ്പോൾ അതൊന്നും വേർഡിങ്സുകളായിട്ടോ കോട്ട്സ് ആയിട്ടോ ഒന്നും ആക്രമണ വാക്കായിട്ടൊന്നും നമ്മുടെ മാധ്യമങ്ങൾ എടുക്കാറില്ല എന്നാണ്. ഒരു പ്രത്യേക തരം സമീപനമാണ് നമ്മുടെ മാധ്യമങ്ങളെ. എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമായിട്ടൊക്കെ തോന്നും. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. മാധ്യമങ്ങൾ ഭയങ്കര രസകരമായിട്ടുള്ള വളരെ തമാശക്കാരാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വേറെ വീഡിയോ കൂടിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.